നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു പുതിയ മലയാള വർഷം ആരംഭിക്കുമ്പോൾ ഈ വർഷം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും? തൊഴിലിൽ പുരോഗതി ഉണ്ടാകുമോ? സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമോ? കുടുംബജീവിതത്തിലും ആരോഗ്യകാര്യങ്ങളിലും എന്തെല്ലാം ശ്രദ്ധിക്കണം? എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഉയരും. ഇന്നത്തെ ഈ വീഡിയോയിൽ 1202 ആണ്ടിലെ കന്നിക്കൂറുകാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വർഷം തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം, വ്യാപാരം, കുടുംബജീവിതം, ദാമ്പത്യം, വിദ്യാഭ്യാസം, സന്താനഭാഗ്യം, വിദേശയോഗം, സ്വത്ത്, യാത്രകൾ, ആത്മീയം തുടങ്ങി ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നത് ഗ്രഹസ്ഥിതിയും ഗ്രഹചലനങ്ങളും അടിസ്ഥാനമാക്കി വിശദമായി മനസ്സിലാക്കാം. അതോടൊപ്പം ഈ വർഷം ഏതൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം, എന്തൊക്കെ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം, ഭാഗ്യം വർദ്ധിക്കാൻ ചെയ്യാവുന്ന ആത്മീയ പരിഹാരങ്ങളും ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നതാണ്. അപ്പോൾ സമയം കളയാതെ 1202 ആണ്ടിലെ കന്നിക്കൂറുകാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലത്തിലേക്ക് കടക്കാം. ഉത്രത്തിൻ്റെ അവസാന 3 പാദങ്ങൾ, അത്തം, ചിത്തിരയുടെ ആദ്യ 2 പാദങ്ങളാണ് കന്നിരാശിയിൽ ഉൾപ്പെടുന്നത്. 1202 ആണ്ട് കന്നിക്കൂറുകാർക്ക് കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുകയും ജീവിതത്തിൽ സ്ഥിരത കൈവരിക്കുകയും ചെയ്യുന്ന വർഷമായിരിക്കും. കഴിഞ്ഞ കുറച്ചു കാലമായി മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ അവസരം ലഭിക്കും. ആലോചിച്ച് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ, സാമ്പത്തികം, കുടുംബജീവിതം എന്നിവയിൽ ശ്രദ്ധേയമായ മുന്നേറ്റം കൈവരിക്കാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. മേലധികാരികളുടെ വിശ്വാസവും അംഗീകാരവും വർദ്ധിക്കും. സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ്, ഇഷ്ടസ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, വിദ്യാഭ്യാസം, ആരോഗ്യം, IT, നിയമം, ഗവേഷണം, സർക്കാർ സേവനം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ ജോലിസ്ഥലത്ത് അമിത ജോലിഭാരം അനുഭവപ്പെടാം. സഹപ്രവർത്തകരുമായി അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുകയും എല്ലാ രേഖകളും സൂക്ഷ്മമായി പരിശോധിക്കുകയും വേണം. വ്യാപാരികൾക്ക് പുതിയ പദ്ധതികൾ ആരംഭിക്കാനും നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കാനും അവസരങ്ങൾ ലഭിക്കും. വ്യാപാരികൾക്ക് പുതിയ പദ്ധതികൾ ആരംഭിക്കാനും നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കാനും അവസരങ്ങൾ ലഭിക്കും. പഴയ കുടിശ്ശികകൾ ലഭിക്കാനും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും സാധ്യതയുണ്ട്. വരുമാനം വർദ്ധിക്കുമെങ്കിലും ചികിത്സ, കുടുംബ ആവശ്യങ്ങൾ, വിദ്യാഭ്യാസം, സ്വത്ത് സംബന്ധമായ ചിലവുകൾ വർദ്ധിക്കാം. അതിനാൽ സാമ്പത്തിക ആസൂത്രണം വളരെ പ്രധാനമാണ്. ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപങ്ങളിൽ എടുത്തു ചാടാതെ പരിചയസമ്പന്നരുടെ ഉപദേശം കേൾക്കുക. കുടുംബത്തെ സമാധാനവും ഐക്യവും വർദ്ധിക്കും. ബന്ധുക്കളുമായുള്ള പഴയ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസവും മനസ്സിലാക്കലും കൂടുതൽ ശക്തമാകും. എന്നാൽ ചെറിയ കാര്യങ്ങളിൽ അമിതമായി ചിന്തിക്കുന്ന സ്വഭാവം ഒഴിവാക്കണം. കുടുംബാംഗങ്ങളോട് തുറന്ന ആശയവിനിമയം നടത്തുന്നത് പല പ്രശ്നങ്ങളും ഒഴിവാകും. സന്താനങ്ങളുടെ പഠനത്തിലും തൊഴിൽ മേഖലയിലും അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട്. സന്താന ലാഭം ആഗ്രഹിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന വർഷമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന വർഷമാണിത്. മത്സര പരീക്ഷകൾ, ഉന്നത വിദ്യാഭ്യാസം, വിദേശ പഠനം, ഗവേഷണം എന്നിവയിൽ മികച്ച വിജയസാധ്യതയുണ്ട്. എന്നാൽ സമയനഷ്ടം ഒഴിവാക്കി കൃത്യമായ പഠനക്രമം പാലിച്ചാൽ പ്രതീക്ഷിച്ചതിലും മികച്ച ഫലം ലഭിക്കും. ആരോഗ്യനില പൊതുവെ നല്ലതായിരിക്കുമെങ്കിലും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, കുടൽ സംബന്ധമായ അസ്വസ്ഥതകൾ, അലർജി, നട്ടെല്ല് വേദന, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കണം. സമയത്ത് ഭക്ഷണം കഴിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും സ്ഥിരമായി വ്യായാമം ചെയ്യുകയും ആരോഗ്യ പരിശോധനകൾ മുടക്കാതിരിക്കുകയും ചെയ്യുക. ഭൂമി, വീട്, വാഹനം എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്.
സ്വത്ത് സംബന്ധമായ കേസുകൾ അനുകൂലമായി തീരാൻ സാധ്യതയുണ്ട്. വിദേശയാത്രകൾ, ഔദ്യോഗിക യാത്രകൾ, തീർത്ഥയാത്രകൾ എന്നിവ ഗുണകരമാകും. യാത്രകളിൽ രേഖകളും വിലപിടിപ്പുള്ള വസ്തുക്കളും സുരക്ഷിതമായി സൂക്ഷിക്കുക. എല്ലാ കാര്യങ്ങളിലും അമിതമായി ചിന്തിക്കുന്നത് ഒഴിവാക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത പാലിക്കണം. ആരോഗ്യപരമായ ചെറിയ ലക്ഷണങ്ങൾ പോലും അവഗണിക്കരുത്. കുടുംബാംഗങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കുക. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. പ്രധാന തീരുമാനങ്ങൾ ആലോചിച്ചതിന് ശേഷം മാത്രം എടുക്കുക. 1202 ആണ്ടിൽ ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ബുധനാഴ്ചകളിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ബുധഗ്രഹ മന്ത്രം ജപിക്കുക. ഗണപതി ഭഗവാനെ കറുക സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിദ്യാർത്ഥികൾക്ക് പുസ്തകവും പഠനോപകരണങ്ങളും ദാനം ചെയ്യുക. അന്നദാനം നടത്തുക. ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും അനുഗ്രഹത്തോടെ പ്രധാന കാര്യങ്ങൾ ആരംഭിക്കുക. ഈ ആത്മീയ പ്രവർത്തനങ്ങൾ മനസ്സിന് സമാധാനവും ആത്മവിശ്വാസം നൽകുകയും ജീവിതത്തിലെ തടസ്സങ്ങൾ കുറയ്ക്കാൻ സഹായകമാകുമെന്നും വിശ്വസിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 1202 ആണ്ട് കന്നിക്കൂറുകാർക്ക് തൊഴിലിൽ പുരോഗതി, സാമ്പത്തിക സ്ഥിരത, കുടുംബ സന്തോഷം, വിദ്യാഭ്യാസ വിജയം, ആത്മീയ വളർച്ച എന്നിവ സമ്മാനിക്കുന്ന വർഷമായിരിക്കും. ചില വെല്ലുവിളികൾ ഉണ്ടായാലും ക്ഷമയോടെയും വിവേകത്തോടെയും മുന്നോട്ടു പോയാൽ ഈ വർഷം ജീവിതത്തിലെ പ്രധാന ലക്ഷ്യങ്ങൾ സഫലമാകാൻ കഴിയും. കന്നിക്കൂറുകാരുടെ 1202 ആണ്ടിലെ പുതുവർഷം പരിശോധിച്ചപ്പോൾ ഈ വർഷം കഠിനാധ്വാനത്തിനും അച്ചടക്കത്തിനും അർഹമായ ഫലം ലഭിക്കുന്ന വർഷമാണെന്ന് മനസ്സിലാക്കാം. ചെറിയ തടസ്സങ്ങൾ ഉണ്ടായാലും അവയെ വിവേകത്തോടെയും ആത്മവിശ്വാസത്തോടെയും മറികടക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനാകും. ജ്യോതിഷം നമ്മുടെ ജീവിതത്തിലെ സാധ്യതകളെക്കുറിച്ച് സൂചന നൽകുന്ന ഒരു വഴികാട്ടിയാണ്. അതിനെ പ്രചോദനമാക്കി ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയും പ്രാർത്ഥനയും സൽപ്രവൃത്തികളും ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്താൽ കൂടുതൽ ശുഭഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും. 1202 ആണ്ട് കന്നിക്കൂറുകാരുടെ ജീവിതത്തിൽ ആരോഗ്യവും ഐശ്വര്യവും കുടുംബ സൗഖ്യവും സാമ്പത്തിക അഭിവൃദ്ധിയും മനസ്സമാധാനവും നിറഞ്ഞ ഒരു വർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ തുലാക്കൂറുകാരുടെ 1202 ആണ്ടിലെ സമ്പൂർണ്ണ പുതുവർഷ ഫലവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.